السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിൻ അസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങൾ സൂറത്ത് നിസായിലെ 18-ാമത്തെ വചനത്തിന് ഖലീഫത്തുള്ള നൽകുന്ന വിശദീകരണത്തിൽ അല്ലാഹ് വിഷസ് ഗുഡ് ഫോർ ഹിസ് സർവൻസ്. അല്ലാഹു തആല ആഗ്രഹിക്കുന്നത് അവൻ്റെ ദാസന്മാർക്ക് നല്ലതുണ്ടാക്കുവാനാണ്. ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരെയും മറ്റെല്ലാ സൃഷ്ടിജാലങ്ങളെയും അവൻ്റെ ദാസന്മാരായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അവൻ്റെ കൽപ്പനകൾക്കും അവൻ്റെ നിയന്ത്രണങ്ങൾക്കും വിധേയമായ ഒരു പ്രപഞ്ചത്തിൽ, ഒരു ഭൂമിയിൽ മനുഷ്യരും ജീവജാലങ്ങളും ഒക്കെ ഇങ്ങനെ വസിക്കുന്നു. ജീവനുള്ളതും ഇല്ലാത്തതുമൊക്കെ എല്ലാം അവൻ്റെ നിയന്ത്രണത്തിലാണ്. അല്ലാഹ് വിഷസ്, അല്ലാഹു തആലയുടെ ആഗ്രഹം, ഗുഡ് ഫോർ ഹിസ് സെർവൻസ്, അവൻ്റെ ദാസന്മാർക്ക് നല്ലതുണ്ടാകണം. Therefore, like I said in the previous verse, മുൻ വചനത്തിൽ ഞാൻ പറഞ്ഞതുപോലെ, the forgiveness of Allah goes only to those who, after wronging their souls, repent just after. ആയതിനാൽ ഞാൻ കഴിഞ്ഞ വചനത്തിൽ വിശദീകരിച്ചതുപോലെ ദ ഫർഗീവ്നെസ് ഓഫ് അല്ലാഹ്, അല്ലാഹു തആലയുടെ മാപ്പ്, അത് ഗോസ് ഓൺലി ടു ദോസ്, ഇത്തരം ആളുകൾക്കാണ് അള്ളാഹുവിൻ്റെ മാപ്പ് ലഭിക്കുന്നത്. ഹൂ ആഫ്റ്റർ റോങ്ങിങ് ദെയർ സോൾസ്, തങ്ങളുടെ ആത്മാക്കളോട് അവർ തെറ്റ് ചെയ്ത് അവർ റിപ്പൻസ്, പശ്ചാത്തപിക്കുന്നു. ജസ്റ്റ് ആഫ്റ്റർ, ആ തെറ്റ് ചെയ്ത ഉടനെ തന്നെ. കാര്യം അവർക്ക് മനസ്സിലായി, നാം ചെയ്തത് ശരിയായില്ല എന്ന്. അങ്ങനെ ബോധ്യമായി കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർ പശ്ചാത്തപിക്കുന്നു. അത് പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ശരി, മുതിർന്ന മാതാപിതാക്കളായാലും ശരി, അയൽവാസികളായാലും ശരി, ആര് തന്നെ ആയാലും നമ്മളൊക്കെ തെറ്റുകൾ ചെയ്യുന്നവരാണ്. പക്ഷെ ചെയ്ത് അല്പം കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, പറഞ്ഞത്, ചെയ്തത് അത് അങ്ങനെ അല്ലായിരുന്നു വേണ്ടത്, അത് ശരിയായില്ല എന്ന്. അപ്പോൾ തന്നെ പശ്ചാത്തപിച്ച് മടങ്ങുക. അങ്ങനെ ആണെങ്കിലാണ് അല്ലാഹു തആല എന്ത് ചെയ്യുന്നത്, ദ ഫർഗീവ്നെസ് ഓഫ് അല്ലാഹ്, അള്ളാഹുവിൻ്റെ മാപ്പ് അവർക്ക് ലഭിക്കുന്നത്. തമ്പുരാനെ, ഞാനത് പറഞ്ഞു പോയി, അല്ലെങ്കിൽ ഞാനത് ചെയ്തു പോയി, നീ എനിക്ക് മാപ്പാക്കണേ എന്ന് പറഞ്ഞ് ഉള്ള ഒരു ഖേദം. ഇത് നമ്മളെ നന്മയിലേക്ക് നയിക്കുന്ന ഏറ്റവും വലിയ ഒരു പിടിവള്ളിയാണ്. ദിസ് ഈസ് സോ ബിക്കോസ് അല്ലാഹ് നോസ്, ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത് അല്ലാഹു തആലയ്ക്ക് അറിയാം, ദാറ്റ് ഹ്യൂമൻസ് ഹാവ് ബീൻ ക്രിയേറ്റഡ് വീക്ക്, മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത് ദുർബലരായിട്ടാണ്. അതുകൊണ്ട് കുറേ ദൗർബല്യങ്ങൾ കൊണ്ട് മൂടിക്കിടക്കുകയാണ് നമ്മളൊക്കെ. ആ ദൗർബല്യങ്ങളൊക്കെ ഓരോരോ സാഹചര്യങ്ങളിൽ പുറത്തു വരും.
അതുകൊണ്ടാണ് അള്ളാഹു താല ദിസ് ഈസ് സോ ബിക്കോസ് ഇങ്ങനെ അവൻ മാപ്പ് ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് അള്ളാഹു താലയ്ക്ക് എപ്പോഴും നല്ലവണ്ണം അറിയാവുന്നവനാണ് ദാറ്റ് ഹ്യൂമൻസ് ഹാവ് ബീൻ ക്രിയേറ്റഡ് വീക്ക്, മനുഷ്യനെ ദുർബലനായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആൻഡ് ആർ പ്രോൺ ടു ഈവിൾ, തെറ്റ് ചെയ്യാൻ, മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ സാധ്യതയുണ്ട്. ആൻഡ് ആർ പ്രോൺ ടു ഈവിൾ, ഏത് സമയത്തും. അതിന് എത്ര കൊലകൊമ്പനായാലും ശരി, എത്ര വലിയ അറിവുള്ളവരായാലും ശരി, എത്ര വലിയ ഭരണാധികാരികളായാലും ശരി, അവൻ്റെ പ്രകൃതം എന്ന് പറയുന്ന ആൻഡ് ആർ പ്രോൺ ടു ഈവിൾ, തെറ്റ് ചെയ്യാനുള്ള സാധ്യത എപ്പോഴും ഉണ്ട് ഒരുവനിൽ. ഇഫ് ദ ലീസ്റ്റ് ഈവിൾ ഫാക്ടർ, ഇനി ഒരല്പം അണുകിട മോശമായ ഒരു ഘടകം കംസ് ബിഫോർ ദം ടു ഡിവിയേറ്റ് ദം, ആ ഒരു ചെറിയ പീസ് മതി അവരെ യഥാർത്ഥ വഴിയിൽ നിന്നും വഴിതെറ്റിക്കാൻ. ആ ഒരു ചെറിയ പീസ് നമ്മുടെ ഉള്ളിൽ കിടന്നാൽ മതി, നന്മ ചെയ്യാൻ ഒക്കില്ല, ഒരാളോട് നല്ല നിലയിൽ വർത്തിക്കാൻ ഒക്കില്ല. അത് അവരുടെ ഹൃദയത്തിൽ ഇങ്ങനെ ഒരു ചെറിയ അംശം കിടന്നാൽ മതി. അത് കിടന്നു കഴിഞ്ഞാൽ ഈ പാലിനകത്തൊരു ശകലം വിഷം മതിയല്ലോ, പിന്നീട് അത് കുടിക്കാൻ പറ്റത്തില്ല, കുടിച്ചാൽ അവൻ്റെ കാറ്റ് പോയത് തന്നെ. അപ്പോൾ ഇതുപോലെ ഈ സാധനം, ഈ ദുഷിച്ച സാധനം, ഒരു ദുഷിപ്പ് ഒരാൾക്കൊരാളോടുള്ള സ്നേഹക്കുറവാണെന്ന് തന്നെ ഇരിക്കട്ടെ, അത് അവൻ്റെ ഉള്ളിൽ ഒരു ശകലം കിടന്നു കഴിഞ്ഞാൽ അതങ്ങനെ പെരുകും, അതങ്ങനെ വലുതാവും. ജസ്റ്റ് ആസ് ദർ ഈസ് ആൻ ഈവിൾ സൈഡ് ടു എവരി മാൻ, ഓരോ മനുഷ്യനിലും ഈ തെറ്റിൻ്റെ, ഈ മോശപ്രവൃത്തിയുടെ ഒരു ഭാഗം കിടപ്പുണ്ട്. ലൈക്ക് വൈസ് ദർ ഈസ് ആൾസോ ദ ഗുഡ് സൈഡ്, അതുപോലെ തന്നെ ഗുഡ് സൈഡ് കിടപ്പുണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ ഉള്ളിൽ വലതുവശത്തും ഇടതുവശത്തുമായിട്ട് നമ്മൾ സങ്കല്പിക്കുക, കുറച്ച് നന്മകളും കിടപ്പുണ്ട്, കുറച്ച് തിന്മകളും കിടപ്പുണ്ട്. വിച്ച് റിഫ്ലക്ട്സ് ഇൻ ഹിം, ഇത് രണ്ടും അവനിൽ പ്രകടമായിക്കൊണ്ടിരിക്കും, വെളിവായിക്കൊണ്ടിരിക്കും. അത് ഏത് സമയത്തും ഇത് രണ്ടും ഉണ്ട് സാധനം. ഇല്ല എന്ന് പറയാൻ, ഒന്നിനെ മാറ്റിയിട്ട് ഒന്നിനെ സ്ഥാപിച്ച് നിർത്താൻ അങ്ങനെ പരിപൂർണമായിട്ടും പറ്റില്ല. ആസ് എ ഹ്യൂമൻ ബീയിങ്, ഒരു മനുഷ്യനെന്ന നിലയിൽ അത് പറ്റില്ല. ഇത് അവനിൽ അത് തിളങ്ങിക്കൊണ്ടിരിക്കും, കുറച്ച് നല്ലതും കുറച്ച് തിന്മയും. വെൻ ഈവിൾ ഡൊമിനേറ്റ്സ്, പ്രശ്നം ഈ തിന്മയായ കാര്യം അവനെ അതിജയിക്കുമ്പോൾ, ആസ് ടു മേക്ക് ഹിം ആക്ച്വലി ആക്ട് ഇൻ ആൻ ഈവിൾ മാനർ, അപ്പോഴവൻ മോശമായ നിലയിൽ വർത്തിക്കാൻ തുടങ്ങും. ഭാര്യ ഭർത്താവിനോട് ശരിയായിട്ട് ചെയ്യത്തില്ല, ഭർത്താവ് ഭാര്യയോട് ചെയ്യില്ല, ഭാര്യയും ഭർത്താവും തങ്ങളുടെ മക്കളോട് നല്ല നിലയിൽ വർത്തിക്കത്തില്ല. എപ്പോഴാണ് ഈ ഈവിൾ ഫാക്ടർ ഡൊമിനേറ്റ്സ്, ഈ മോശമായ ആ ഭാഗം അവനെ അതിജയിക്കുമ്പോൾ, അപ്പോൾ അവൻ വിചാരിക്കും അവൻ വേണേൽ പഠിക്കട്ടെ, അവൻ വേണേൽ കഴിക്കട്ടെ, അവൾ അങ്ങനെ പറഞ്ഞില്ലയോ, ഇവൾ ഇങ്ങനെയൊക്കെയുള്ള ചില കുറ്റങ്ങളും കുറവുകളുമായിട്ട് നമ്മൾ നടക്കും. അതെന്താ, നമ്മളിലുള്ള ഈവിൾ ഫാക്ടർ നമ്മളെ ഡൊമിനേറ്റ് ചെയ്യുകയാണ്. Therefore he is apt to plunge in this evil. അങ്ങനെ അവൻ അതിനകത്ത് ചാടി വീഴും, ഈ മോശമായ വാർത്ത. ഇപ്പോൾ ഒരു നല്ല കാര്യം ചെയ്യണമെന്ന് ഇരിക്കട്ടെ, ഒരു ദിവസവും നമുക്ക് വളരെയധികം ഞാമത്തുള്ള താല ചെയ്യുന്നു. നമുക്കൊരു ചായയുടെ പൈസയ്ക്ക് ഉള്ള പൈസ മാറ്റി വെച്ച് സാധുക്കളായ ആളുകൾ അതെന്തിനാണ് കൊടുക്കുന്നത്, അങ്ങനെ അതിൻ്റെ കാര്യം എന്താ, അവർ വേണമെങ്കിൽ ഉണ്ടാക്കി കഴിയട്ടെ, അവരുടെ എന്താണെന്ന് വെച്ചാൽ അവരുടെ കാര്യം നോക്കട്ടെ, നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ മതി. ഇതൊക്കെ ആ ഈവിൾ ഫാക്ടർ നമ്മുടെ ഗുഡ് ഫാക്ടറിൻ്റെ മുകളിൽ കയറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്കത് അങ്ങനെ ചിന്തിക്കാൻ പറയാം. ഹീ ഈസ് ആപ്റ്റ് ടു പ്ലഞ്ച് ഇൻ ദിസ് ഈവിൾ, അങ്ങനെ ഈ മോശമായ കാര്യത്തിലേക്ക് അവൻ ചാടി വീഴും. അൺലെസ് ഹിസ് കോൺഷ്യസ് റിപ്രോച്ചസ്, ഇനി അവൻ്റെ ബുദ്ധി, അവരുടെ ചിന്താമണ്ഡലം റിപ്രോച്ചസ്, അവനെ അധിക്ഷേപിക്കുന്നില്ല. ശരി, നീ അങ്ങനെ ചെയ്യരുത് കേട്ടോ എന്ന് നമ്മുടെ ബോധമണ്ഡലം നമ്മളോട് പറയാത്തിടത്തോളം കാലം നമ്മളുടെ ഈ ഈവിൾ ഫാക്ടർ, നമ്മുടെ ഉള്ളിലുള്ള ഈവിൾ ഫാക്ടർ ആ ഗുഡ് ഫാക്ടറിൻ്റെ മുകളിൽ കയറിയിരുന്ന് ആക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആൻഡ് ഹി ഡയറക്ട്സ് ടുവേഡ്സ് എ സെൽഫ് റിഫോം.
അങ്ങനെ നമുക്കൊരു സെൽഫ് റിഫോം ഉണ്ടാകണമെങ്കിൽ ഈ സംഘടനത്തിൽ ആ ഈവിൾ ഫാക്ടറിനെ കീഴ്പ്പെടുത്തണം, എന്നിട്ട് ഗുഡ് ഫാക്ടറിനെ മുകളിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സ്വയം റിഫോം ആവുക. വേറെ ആർക്കും അതൊന്നും ചെയ്യാനൊക്കത്തില്ല കേട്ടോ. ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കണം, നിങ്ങൾ 4 മണിക്ക് അല്ലെങ്കിൽ 4:30 മണിക്ക് നിങ്ങൾ ഉണരണം, നിങ്ങളുടെ മക്കളെ ഉണർത്തണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മാതാപിതാക്കൾ അള്ളാഹുത്താല അടിച്ചവിടെ കിടത്തിയേക്കും. എന്നെ കൊണ്ട് ഇതൊന്നും നോക്കത്തില്ല കേട്ടോ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും എഴുന്നേൽക്കാൻ സാധ്യമല്ല. എഴുന്നേൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ഈവിൾ ഫാക്ടറാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഗുഡ് ഫാക്ടറെ കൊണ്ടുവരണം. ഞാൻ എന്താ എഴുന്നേറ്റാൽ അള്ളാഹിൻ്റെ മുമ്പിൽ ശിരസ് കുനിച്ചാൽ എന്താ, എൻ്റെ മക്കൾക്കും അതുപോലെ അള്ളാഹിൻ്റെ മുമ്പിൽ ശിരസ് കുനിച്ചാൽ എന്താ? ഇങ്ങനെയുള്ള ഒരു സംസ്കരണ ഉദ്ദേശം മാതാക്കളിലും പിതാക്കളിലും മക്കളിലും ഒക്കെ ഉണ്ടായാലേ ഒരു നല്ല കുടുംബം ഉണ്ടാവും. അല്ലെങ്കിൽ അച്ഛൻ പരക്കഴി, അമ്മ പരക്കഴി, ആ കൂടി മക്കളും ഒക്കെ പരക്കഴി എന്നൊരു പഴമൊഴി പറഞ്ഞതുപോലെ ആയിപ്പോവും. അതുകൊണ്ട് ഇതാ ഖലീഫത്തുള്ള നമ്മുടെ മുമ്പാകെ എടുത്ത് വയ്ക്കുന്നു. ഇങ്ങനെ ഉണ്ട് കേട്ടോ, 2 സാധനം ഈ ഉള്ളിൽ ഇരിപ്പുണ്ട്, എല്ലാവരുടെ ഉള്ളിലും ഇരിപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈവിൾ ഫാക്ടറിനെ നിങ്ങൾ കീഴ്പ്പെടുത്തുക, എന്നിട്ട് ഗുഡ് ഫാക്ടറിനെ ഉയർത്തി എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നന്മ ചെയ്യാനൊക്കും, നന്മ ചെയ്യിക്കാനും പറ്റും. നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങൾ ഒരു വണ്ടി നിങ്ങൾ ഓടിക്കുകയാണെങ്കിൽ ആ വണ്ടി ഓടിക്കുന്നതിനുള്ള നിയന്ത്രണ ഫാക്ടർ നിങ്ങളുടെ കയ്യിലാണ്. അത് നിങ്ങൾ നിയന്ത്രണം വിടുകയാണെങ്കിൽ പറ്റിയ ഇതുപോലെ ഒരു കുടുംബവും എല്ലാവർക്കും ഉത്തരവാദിത്വം കൊടുത്തിരിക്കുക. അവരവരുടെ ഘടകങ്ങൾ കറക്റ്റാക്കിക്കോണം. എല്ലാവരോടുമുള്ള ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റണം. അങ്ങനെ ഉത്തരവാദിത്വപൂർണമായ ഒരു മനുഷ്യനെയാണ് അള്ളാഹുവിൻ്റെ പ്രതിനിധിയായി അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ ഉത്തരവാദിത്വങ്ങളൊക്കെ നിറവേറ്റിയില്ല എങ്കിൽ അവിടെ ഇരിക്കും, എവിടെ ഇരിക്കുന്നോ അവിടെ ഇരിക്കും, അവിടെ നിന്ന് ഒരു മാറ്റവും വരത്തില്ല. നോ ചേഞ്ചസ്. അതുകൊണ്ട് മാറ്റത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ അതിശീഘ്രം നിങ്ങളുടെ കോൺഷ്യസിനെ, നിങ്ങളുടെ ബൗദ്ധിക കേന്ദ്രത്തെ ഉണർത്തുകയും അതനുസരിച്ച് ആക്ട് ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ അവിടെ കിടക്കും ശവം കിടക്കുന്നത് പോലെ ഒരു പ്രയോജനവും ഒരു ഉയർച്ചയും ഉണ്ടാവില്ല. കഴിഞ്ഞ 2010 ഈ മെസ്സേജ് ഈ ഇന്ത്യ മഹാരാജ്യത്ത് വന്നതാണ്. 15 കൊല്ലം കഴിഞ്ഞു. എന്ത് പുരോഗതിയാണ് ഉണ്ടായത്? ഓരോ വ്യക്തികൾക്ക് എന്ത് മാറ്റം ഉണ്ടായി, എന്ത് നേടി എന്ന് ഓരോരുത്തരും ഒന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ. അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത പ്രഭാതത്തിൽ അല്ലാഹു തൗഫീഖ് ആണെങ്കിൽ പുതിയ വചനവുമായി നമ്മൾ ബന്ധപ്പെടും. ജസാക്കുമുല്ലാഹി ഖൈറൻ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.